നമസ്കാരം. ബിഗ് ബില്യൺ ഡേ സെയിൽ സ്റ്റാർട്ട് ആകാനായിട്ട് പോവുകയാണ്. അതായത് സെപ്റ്റംബർ ലാസ്റ്റിലാണ് ബിഗ് ബില്യൺ ഡേ സെയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സെയിൽ ടൈമിൽ നിങ്ങൾ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സാംസങ്ങിന്റെ ഫോണുകൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സാംസങ്ങിന്റെ ഏതൊക്കെ മോഡൽസ് ആണ് അവോയ്ഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഫോണുകളാണ് വാങ്ങാൻ പാടില്ലാത്തത് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ സാംസങ്ങിന്റെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് മോഡൽസ് ഉണ്ട്, ഒരുപാട് സീരീസ് ഉണ്ട്, എഫ് ഉണ്ട്, എം ഉണ്ട്, എ ഉണ്ട്, അങ്ങനെ കുറെ സീരീസുകളുണ്ട്. ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറെ സ്മാർട്ട് ഫോണുകളുള്ള ഒരു ബ്രാൻഡാണ് ഈ സാംസങ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സാംസങ്ങിന്റെ ഏറ്റവും അവോയ്ഡ് ചെയ്യേണ്ട ചില മോഡൽസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അതായത് നമുക്ക് കുറെ വാല്യൂ പ്രൊവൈഡ് ചെയ്യുമെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെങ്കിൽ അത് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ലോങ് ടൈമിൽ പണിയാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമന്റായിട്ട് അറിയിക്കുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പൊ നമുക്കറിയാം, സാംസങ്ങിന്റെ ഒരു 10,000 താഴേക്കുള്ള ഫോണുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഒരു ഫോൺ ഇല്ല. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ 10,000 വരെ നോക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ഫോണ് സജസ്റ്റ് ചെയ്യാം. F15 5G എന്ന് പറയുന്ന ഫോണ് ഏകദേശം 12,000 ആണ് ഇപ്പോൾ സെയിൽ ആകുന്നത്. നമുക്ക് BBD സെയിലിൽ ഒരു പക്ഷേ ഇത് 10,000 അടുത്ത് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 10,000 വരെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഡീലായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് F15 എന്ന് പറയുന്ന ഫോണ്. M15 എന്ന് പറയുന്ന ഒരു മോഡലൂടെ ഉണ്ട്. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലുമായിട്ടാണ് സെയിൽ ആകുന്നത്. F15 ആണോ M15 ആണോ ഏതിനാണോ ഏറ്റവും നല്ല വിലക്കുറവിൽ ഏറ്റവും നല്ല ഡീൽ കിട്ടുന്നത് അത് നിങ്ങൾ വാങ്ങുക. അല്ലാതെ F15 തന്നെ വാങ്ങണമെന്നില്ല. കാരണം രണ്ടിന്റെയും ഫീച്ചേഴ്സ് ഒക്കെ ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. മീഡിയടെക്കിന്റെ പ്രോസസ്സറാണ്, പക്ഷേ നല്ല പെർഫോമൻസ് തരുന്ന ഒരു പ്രോസസ്സറാണ്. 6000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 10,000 റേഞ്ചിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു പാക്കേജ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. ഇനി 15,000 to 25,000 റേഞ്ചിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്. M35 എന്ന് പറയുന്ന ഫോണാണ്. റീസെന്റ് ആയിട്ടുള്ള ലോഞ്ച് ആണ്. 6000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. AMOLED ഡിസ്പ്ലേ ആണ്. 20 തൊട്ട് 21 ഇപ്പൊ ഇത് സെയിൽ ആകുന്നത്. പക്ഷെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇതിനൊരു പ്രശ്നം വരുന്നത് ലോങ് ടൈമിലേക്ക് ഈ ഒരു ഫോൺ നിങ്ങൾക്ക് പണി തരാനുള്ള സാധ്യതയുണ്ട്. പെർഫോമൻസ് കുറയാം, ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാകാം, അതേപോലെ തന്നെ ക്യാമറ ക്വാളിറ്റിയിൽ വരെ ഇഷ്യൂസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇതിന്റെ പ്രോസസ്സർ Exynos 1380 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. Exynos പ്രോസസ്സറുള്ള ഫോണുകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ലോങ് ടൈമിലേക്ക് ഏത് രീതി പെർഫോം ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിന് ശേഷമേ വാങ്ങാവൂ. അതായത് ഈ ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക ഇത് ഏത് രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ Exynos പ്രോസസ്സറുള്ള ഫോണുകൾ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു ഫോണാണ് M35 എന്ന് പറയുന്നത്. അതായത് കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ മേടിച്ച ഫ്രഷ്നെസ്സും അതിന്റെ ആ ഒരു ക്വാളിറ്റിയും മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസും എല്ലാം തന്നെ നഷ്ടപ്പെടും. ഈ ഒരു പ്രോസസ്സ് ആ രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ശ്രദ്ധിച്ചോളുക. ഇത് ചാടി കയറി വാങ്ങാതിരിക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് ഒരു 20-21 രൂപയ്ക്ക് ഒരു സാംസങ് ഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് M55 നോക്കാം, F55 നോക്കാനായിട്ട് സാധിക്കും. ഏകദേശം 20-21 രൂപയ്ക്ക് BBD സെയിലിൽ ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇതിന്റെ സെയിലിംഗ് പ്രൈസ് 25 രൂപയുടെ മേളിലാണ്. പക്ഷെങ്കിൽ ഓഫേഴ്സ് ഒക്കെ ഇട്ടതിന് ശേഷം ഒരു 20-21 ഈ ഒരു ഫോൺ BBD സെയിലിൽ കിട്ടും. സ്നാപ്ഡ്രാഗൺ 7th Gen 1 ആണ് ഇതിൽ പ്രോസസ്സർ. നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു പ്രോസസ്സറാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്. പക്ഷെങ്കിൽ ക്യാമറ ക്വാളിറ്റിയുടെ ഒക്കെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഫോണിൽ കുറച്ച് കോംപ്രമൈസ് വന്നിട്ടുണ്ട്. നല്ല ഹൈ റീഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ നല്ല ഡിസ്പ്ലേ ഒക്കെയാണ്. പക്ഷേ ക്യാമറ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഹൈ പെർഫോമൻസും അതേപോലെ തന്നെ നല്ല ക്യാമറ ക്വാളിറ്റി നോക്കുന്നുണ്ടെങ്കിലും അവിടെയും ഈ ഒരു ഫോണിന്റെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ അതുകൂടെ നിങ്ങൾ മനസ്സിലായിക്കൊണ്ട് വേണം ഈ രണ്ട് ഫോണുകൾ ഞാൻ റെക്കമെൻഡ് ചെയ്ത് വാങ്ങാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളും ഒരേപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോണുകൾ അവോയ്ഡ് ചെയ്ത് അടുത്ത ഫോണുകളിലേക്ക് പോകേണ്ടതായിട്ട് വരും. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറഞ്ഞ പ്രൈസിൽ ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് കിട്ടുന്ന ഫീച്ചേഴ്സ് ഒക്കെയുള്ള ഒരു സ്മാർട്ട് ഫോണാണ് S21 FE 5G എന്ന് പറയുന്ന ഫോൺ. ഇതിന്റെ ഫീച്ചേഴ്സും ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ സംഭവം അടിപൊളിയാണ്. ഏകദേശം 30-35 രൂപയ്ക്കുള്ളിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 888 ആണ്. അതേപോലെ തന്നെ വയർലെസ് ചാർജിംഗ് ഉണ്ട്, ഹൈ റീഫ്രഷ് റേറ്റ് ഉണ്ട്, നല്ല ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഗ്ലാസ് ബിൽഡ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഫോൺ ഓക്കെ ആയിട്ടുള്ള ഒരു ഫോണാണ്. ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടാകും. പക്ഷേ ഇവിടെ കുറെ പ്രോബ്ലംസും ഈ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് ബാറ്ററി ഡ്രെയിൻ ആകുന്ന ഒരു ഇഷ്യൂ ഈ ഒരു ഫോണിനുണ്ട്. ഓവർ ഹീറ്റ് ആകുന്ന ഒരു ഇഷ്യൂ ഈ ഫോണിനുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടേണ്ട ക്യാമറ ക്വാളിറ്റിയും ഈ ഒരു ഫോണിലില്ല. അപ്പം ഈ പ്രൈസിൽ നിങ്ങളൊരു ഫോൺ വാങ്ങുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു മോഡലാണ്. അപ്പൊ നിങ്ങൾ അറിയാതെ പോലും ഈ ഒരു ഫോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രമേ S21 FE 5G എന്ന് പറയുന്ന ഫോണിലേക്ക് പോകാവൂ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് ഒരു 35 to 40 റേഞ്ചിൽ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങണം, അത് സാംസങ്ങിൽ തന്നെ ഫോൺ വാങ്ങിയാലേ പറ്റൂ എന്നുണ്ടെങ്കിൽ സാംസങ് ഗാലക്സി S23 വാങ്ങുക. സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഡിസ്പ്ലേ, ഗ്ലാസ് ബിൽഡ് ആണ്, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, അതേപോലെ തന്നെ നല്ല ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഒരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 40,000 അണ്ടറിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഒരു പക്ഷേ 40,000 രൂപയുടെ താഴെ BBD സെയിലിൽ ഈ ഒരു ഫോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷൻ ആണ്. അവോയ്ഡ് ചെയ്യേണ്ട രണ്ട് മോഡൽസ് കൂടെ ഉണ്ട്, A54, A55. A54ന്റെ കാര്യം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, അതിലേക്ക് പോവുകയേ വേണ്ട. A55 നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ A55ന്റെ പ്രൈസ് ഇപ്പം 40,000 രൂപയുടെ മേളിലാണ്. 40,000 രൂപയ്ക്ക് ഒരു കാരണവശാലും
കാരണവശാലും A55 നിങ്ങൾ വാങ്ങരുത്. BBD സെയിലിൽ നല്ല ഡിസ്കൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഡിസ്കൗണ്ട് വരാനുള്ള സാധ്യതയുണ്ട് ഈ ഫോണിന്. ഒരു 30,000 അല്ലെങ്കിൽ 30,000 അണ്ടറിലേക്ക് ഈ ഒരു ഫോൺ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരു ഫോണാണിത്. ഇവിടെയും എക്സിനോസിന്റെ പ്രോസസ്സറാണ് 1480 പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇത്രയും ഒരു ബഡ്ജറ്റിൽ ഒരു ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ ലോങ് ടൈമിലേക്കൂടെ നമ്മൾ പ്രതീക്ഷ കൊണ്ടായിരിക്കുമല്ലോ വാങ്ങുന്നത്. അപ്പം ഈ എക്സിനോസ് പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ ഇത് ലോങ് ടൈമിൽ നമുക്ക് പണി തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പണിത്തരും. അതിന് പ്രത്യേകിച്ച് ആ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ലാഗ് ആകുന്ന പ്രശ്നവും ബാറ്ററി ഡ്രെയിൻ ആകുന്ന പ്രശ്നവും അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ലോങ് ടൈമിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം എന്തായാലും 40,000 രൂപയുടെ മേളിലേക്ക് ഈ ഒരു ഫോൺ നോക്കാതിരിക്കും. 30,000 രൂപയുടെ താഴെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നല്ലൊരു ഡീലായിരിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈസ് ഓവർ പ്രൈസ്ഡ് ആണ്. ഒരു കാരണവശാലും 40,000 വാങ്ങാതെ ഇരിക്കുക. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് ഫോൾഡ് ഉണ്ട്, സാംസങ്ങിന് ഫ്ലിപ്പ് ഉണ്ട്, S23 അൾട്ര ഉണ്ട്, S24 അൾട്ര ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇതിനൊക്കെ എത്രയും ഡിസ്കൗണ്ട് കിട്ടുന്നു, എത്രയും ഡിസ്കൗണ്ടിൽ വാങ്ങാൻ സാധിക്കുന്നു എന്നുള്ളത് നോക്കുക. ഏറ്റവും നല്ല ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫോണുകളൊക്കെ വാങ്ങാൻ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇന്നത് വാങ്ങണം ഇന്നത് വാങ്ങണ്ട എന്ന് പറയുന്നില്ല. കാരണം എല്ലാം ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഫീച്ചേഴ്സും അതേപോലെയുള്ള ക്വാളിറ്റിയുമുള്ള ഫോണാണ് ഈ S24ഉം S23 അൾട്രയും S24 അൾട്രയും ഒക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. ഈ M സീരീസിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ സാംസങ്ങിന്റെ M51 എന്ന് പറയുന്ന ഫോണാണിത്. M51 M52 ഒക്കെ ഇറങ്ങുന്ന സമയത്ത് ഈ സാംസങ്ങിന്റെ M സീരീസ് കത്തി കയറുന്ന സമയമായിരുന്നു. ഞാനിത് വാങ്ങിയിട്ട് 4 വർഷമായി ഈ ഒരു ഫോൺ വാങ്ങിയിട്ട്. അപ്പോൾ ഇതിൽ പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറാണ്. അപ്പോൾ ഈ ഫോൺ ഞാൻ 4 വർഷം ഉപയോഗിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നി. ഞാൻ എൻ്റെ പ്രൈമറി ഫോണായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ വേറെ ഫോണുകളുണ്ട്, പക്ഷേ ഞാൻ അതിനേക്കാൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫോണാണ്. കാരണം എനിക്ക് ഫോട്ടോ എടുക്കലും വലിയ കാര്യമായിട്ട് ഞാൻ അങ്ങനെ ഫോട്ടോസ് ഒന്നും എടുത്തുകൊണ്ടിരിക്കുന്നില്ലാത്ത ഒരാളായതുകൊണ്ട് എനിക്കിത് കുഴപ്പമില്ല. എൻ്റെ ഡെയിലി വൈസ് യൂസിന് ഒരു രീതിയിലുള്ള പ്രശ്നവുമില്ല. ഗെയിം ഒന്നും ഞാൻ കളിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഇപ്പോഴും ഈ ഒരു ഫോൺ തരുന്നുണ്ട്. ഈ 4 വർഷത്തിനിടയിൽ ഇതിന് പറ്റിയ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡിസ്പ്ലേ ഒരു ഗ്രീൻ ലൈൻ വീണതിന് ശേഷം ഞാനിത് സർവീസ് സെന്ററിലൊക്കെ കൊണ്ടുപോയി കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പം ഗ്രീൻ ലൈൻ വീണതിന്റെ കാരണം അപ്ഡേറ്റിന് ശേഷമാണ് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത്. പക്ഷേ സർവീസ് സെന്ററിൽ നിന്ന് അല്ലെങ്കിൽ കസ്റ്റമർ കെയറിൽ നിന്ന് അവർ പറഞ്ഞത് ഈ M സീരീസിൽ ഇതുവരെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വരുന്നതെന്ന്. അതായത് M സീരീസിൽ ഈ ഗ്രീൻ ലൈൻ വരുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. എന്തായാലും ഞാൻ കുറെ സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അവർ അപ്ഡേറ്റിന് ശേഷമാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ എനിക്ക് ഈ ഫോണിന്റെ ഡിസ്പ്ലേ ഒക്കെ ചേഞ്ച് ചെയ്ത് തന്നു. ഫ്രീ ആയിട്ട് തന്നെ ചേഞ്ച് ചെയ്ത് തന്നു. ഞാൻ പൈസ ഒന്നും കൊടുത്തില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ 2-3 മാസം മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാമെന്ന്. അവർ ഡിസ്പ്ലേ ഒക്കെ ചേഞ്ച് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ സാംസങ്ങിൻ്റെ ഈ ഒരു ഫോണൊക്കെ ഓക്കെ ആണ് കേട്ടോ. ഒരു പ്രശ്നവും ഇതുവരെ എനിക്ക് വേറെ ഒന്നും പെർഫോമൻസ് രീതിയിലൊന്നും തോന്നിയിട്ടില്ല. എനിക്കൊന്നും ഞാൻ ഫോണിൻ്റെ വലിയൊരു ഹെവി യൂസർ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ ഒരു ഫോൺ ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോഴും ഞാനിത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു ക്വാളിറ്റി ഇപ്പോൾ ഇറങ്ങുന്ന സാംസങ് ഫോണിൽ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അതായത് M51 4 വർഷം മുമ്പ് ഇറങ്ങിയ ഈ ഒരു ഫോണിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ ഇറങ്ങുന്ന സാംസങ്ങിൻ്റെ 25,000 റേഞ്ചിലുള്ള ഫോണിൽ ഉണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ഈ ഫോണിൽ ഉണ്ടായിരുന്ന ക്യാമറയുടെ ക്വാളിറ്റി ഇപ്പോൾ ഇറങ്ങുന്ന 25,000 സാംസങ് ഫോണിൽ ഉണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അത് നമ്മളല്ല ചിന്തിക്കേണ്ടത്, ബ്രാൻഡ് തന്നെയാണ് ചിന്തിക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് സാംസങ്ങിൻ്റെ ഇപ്പോൾ ഇറങ്ങുന്ന ഒരു 30,000 അണ്ടറിലുള്ള മിക്ക ഫോണുകളുടെയും ക്യാമറ ക്വാളിറ്റി വളരെ മോശമാണ്. അപ്പോൾ അതിൽ സാധാരണ ഓരോ വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ മുമ്പോട്ടുള്ള സമയങ്ങളിൽ ഇമ്പ്രൂവ് ചെയ്താണ് എല്ലാ കമ്പനികളും കൊണ്ടിരുന്നത്. പക്ഷേ സാംസങ് ഈ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. കാരണം സാംസങ്ങിൻ്റെ കഴിഞ്ഞ് വന്ന സീരീസുകളൊക്കെ എടുത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ക്യാമറ ക്വാളിറ്റി വളരെ പോറാണ്. അപ്പം ഒരുപക്ഷെ മുമ്പോട്ടുള്ള സമയത്ത് അതിലൊക്കെ മാറ്റങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു ബ്രാൻഡിന്റെ ഫോണുകൾ പരിചയപ്പെടാം. ഏതൊക്കെ ഫോണുകളാണ് എടുക്കാൻ പാടില്ലാത്തത് എന്നുള്ളതിനെ കുറിച്ച്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കാണുമെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലൈക്കുകളിലൂടെ തന്നെ നിങ്ങൾ അറിയിക്കുക. ലൈക്കിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള സീരീസും നമ്മുടെ ചാനലിൽ ആവശ്യമാണ്. അത് കാണാനും ആളുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ എന്തായാലും ആ വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഫോണൊക്കെ വാങ്ങാൻ നിൽക്കുന്നവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ വൃത്തിയാണ്. ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.